നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 18, 2026 ഞായർ. വിദേശത്തിന് വേണ്ടത് പൊന്നാടയല്ല, പ്രതിരോധം. ചർച്ചയായി വി.ഡി. സതീശൻ്റെ പ്രസംഗം. വിദേശ പ്രസംഗത്തിനും വർഗീയ രാഷ്ട്രീയത്തിനുമെതിരെ വി.ഡി. സതീശൻ്റെ പുത്തേക്കണ്ടം പ്രസംഗം ചർച്ചയാകുന്നു. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കേരള യാത്രയുടെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത സമാന ചടങ്ങിൽ നടത്തിയ 8.24 മിനിറ്റ് പ്രസംഗമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. ഒരേ സമയം വെള്ളാപ്പള്ളി നടേശനെ പോലെ വിദേശ പ്രസംഗം നടത്തുന്നവരെ പിന്തുണയ്ക്കുകയും മറുവശത്ത് മതേതരത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന CPMൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്ന പ്രസംഗം സദസ്സ് പലവട്ടം തക്കീർ മുഴക്കി സ്വീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സതീശൻ ഈഴവ വിരോധി, അയാൾക്ക് വട്ടാണ്. ചികിത്സയ്ക്ക് ഊളംപാറയ്ക്ക് അയക്കണം. കേരളത്തിൽ നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണം. വെള്ളാപ്പള്ളി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അയാൾക്ക് വട്ടാണ്. ഊളംപാറയിൽ ചികിത്സയ്ക്ക് അയക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിൻ്റെ നാവാണ് വി.ഡി. സതീശൻ. ലീഗിൻ്റെ വാക്കുകളാണ് വെള്ളാപ്പള്ളിയുടെ പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് KSCBയിൽ വിജിലൻസ് പരിശോധന. UPI വഴി കൈപ്പറ്റിയത് 16.5 ലക്ഷം. ചിലയിടങ്ങളിൽ തട്ടുകടക്കാരെ വരെ ഏജന്റുമാരാക്കി കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തി. വൈദ്യുതി ബോർഡ് സെഷൻ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടുകൾ. എഞ്ചിനീയർമാരും ഓവർസിയറും ലൈൻമാരും കരാറുകളിൽ നിന്ന് UPI വഴി മാത്രം കൈപ്പറ്റിയത് 16.5 ലക്ഷം രൂപയാണ്. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിട്ട മിന്നൽ പരിശോധനയിൽ ചിലയിടങ്ങളിൽ തൊട്ടടുത്ത തട്ടുകടക്കാരെ വരെ ഏജന്റുമാരാക്കി കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തി. മുതിർന്ന RSS നേതാക്കളെ വേദിയിലിരുത്തി ന്യൂനപക്ഷ വോട്ടർക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ. മുതിർന്ന RSS നേതാക്കളെ ഇരുത്തി ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മുസ്ലിം നേതാക്കളുടെ വിമർശനത്തിന് ന്യൂഡൽഹി ഇന്ത്യ ഇസ്ലാമിക് സെന്റർ വേദിയായി. മുതിർന്ന RSS മുസ്ലിം നേതാക്കൾ പങ്കെടുത്ത പുസ്തക പ്രകാശ ചടങ്ങാണ് മുസ്ലിം സമുദായം RSSും തമ്മിലുള്ള സംവാദമായി മാറിയത്. ന്യൂഡൽഹി ഇന്ത്യ ഇസ്ലാമിക് സെന്ററിൽ ഇന്റർഫെയ്ത്ത് ഹാർമണി ഫൗണ്ടേഷൻ സ്ഥാപകൻ ഖാജ ഇഫ്തിഖാർ അഹമ്മദാണ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എംബ്രിഡ്ജിംഗ് ഇനിഷ്യേറ്റീവ് ബ്രാഗ് ഇൻ 2021 എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് മുസ്ലിം നേതാക്കളെ കൂടാതെ RSS നേതാക്കളെ കൂടെ ക്ഷണിച്ചത്. RSS തലവൻ മോഹൻ ഭാഗവതാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഭാഗവത്തിനെ കൂടാതെ RSS ജോയിന്റ് സെക്രട്ടറി കൃഷ്ണഗോപാൽ, RSS ഔട്ട്റീച്ച് ഇൻചാർജ് രാംലാൽ, മുൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ജമായി മില്ലിയ ഇസ്ലാമിയ വൈസ് ചാൻസലറുമായ നജീബ് ജംഗ്, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി, മുൻ അലിഗഡ് സർവകലാശാല വൈസ് ചാൻസലർ ലഫ്റ്റനന്റ് ജനറൽ സമീറുദ്ദീൻ ഷാ തുടങ്ങിയവരും പങ്കെടുത്തു. അൽ ഫലാഹ് സർവകലാശാലയുടെ 140 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED. ന്യൂഡൽഹി. ഹരിയാനയിലെ ഫരീദാബാദ് ആസ്ഥാനമായുള്ള അൽ ഫലാഹ് സ്വകാര്യ സർവകലാശാലയുടെ 139.97 കോടി രൂപ വിലമതിക്കുന്ന 54 ഏക്കർ ഭൂമിയും അതിലെ കെട്ടിടങ്ങളും കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അൽ ഫലാഹ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദീഖിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ED നടപടി. ജവാദ് അഹമ്മദ് സിദ്ദീഖും കുടുംബാംഗങ്ങളെയും സർവകലാശാലയിലെ അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നടത്തിയ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുള്ള കുറ്റപത്രവും ED സമർപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ BJP വിഷം പടർത്തുന്നു. കോൺഗ്രസ് സ്കൂൾ തകർത്തതും വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയതും അടച്ചുപൂട്ടിയും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. BJP രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന് സാമുദായിക നിറം നൽകി മനഃപൂർവ്വം അതിനെ നശിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ്. മധ്യപ്രദേശിലെ ബേത്തുൽ നഹീം എന്നാൾ നിർമ്മിച്ച സ്കൂൾ തകർത്തതും ജമ്മു കാശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയതും അടച്ചുപൂട്ടിയതും ചൂണ്ടിക്കാട്ടി ആയിരുന്നു കോൺഗ്രസ് വിമർശനം. ബത്തൂരിലെ ആദിവാസികൾ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി എല്ലാ ആവശ്യമായ അനുമതികളും വാങ്ങിയാണ് സ്കൂൾ നിർമ്മാണം ആരംഭിച്ചതെന്നും എന്നാൽ മുസ്ലിം വ്യക്തി സ്കൂൾ ആരംഭിച്ചാൽ BJP ഇക്കോസിസ്റ്റം അവിടെ മദ്രസ നടത്തുമെന്നും അഭ്യൂഹം പ്രചരിപ്പിക്കുകയും ഒടുവിൽ ജില്ലാ ഭരണകൂടം യാതൊരു അന്വേഷണമോ നോട്ടീസോ വാദിക്കാനുള്ള അവസരവും നൽകാതെ സ്കൂളിന് നേരെ ബുൾഡോസർ കയറ്റിയെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് നസീർ ഹുസൈൻ MP പറഞ്ഞു. ഓറഞ്ചുമായി മന്ത്രി എത്തി. ചുരൽമലയുടെ ഉണ്ണിമാഷയ്ക്കും കുട്ടികൾക്കും മധുരം നൽകാൻ. വെള്ളർമലയിലെ ഉണ്ണിമാഷയും കുട്ടികളെയും മലയാളികൾക്ക് മറക്കാനാവില്ല. ഉരുൾ ദുരന്തം അടർത്തിയെടുത്ത ചുരൽമലയുടെ താഴത്ത് താൻ പഠിപ്പിക്കുന്ന മക്കളെ ഓർത്ത് വിലപിച്ച ഉണ്ണി മാസ്റ്റർ പിന്നീട് ഫീനിക്സ് പക്ഷിയെപ്പോലെ വെള്ളർമല സ്കൂളിനും കുട്ടികൾക്കും ഉയർത്തെഴുന്നേൽക്കാൻ കരുതലായി നിന്ന ആ അനേകരിൽ ഒരാൾ. ഇന്ന് മാഷയും കുട്ടികളെയും തേടി കലോത്സവം മറ്റത് 2ാം നമ്പർ സ്റ്റേറ്റ് കാർ ഇരമ്പി നിന്നു. വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിൽ നിറച്ചിരിയിൽ നിൽക്കുകയായിരുന്ന സ്കൂളിലെ മിടുക്കികളുടെ കണ്ണുകൾ തിളങ്ങി. തൊട്ടുപിറകെ പുറത്തിറങ്ങിയ മന്ത്രി K. രാജൻ്റെ കൈകൾ അവർക്കായി ഓറഞ്ച് മധുരത്തിൻ്റെ കരുതൽ.
മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ പരാക്രമം. 35-കാരന് കത്തിയെടുത്ത് രോഗികളെയും ആശുപത്രി ജീവനക്കാരെയും ആക്രമിക്കാൻ ശ്രമിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ പരാക്രമം. മദ്യശക്തി കുറയ്ക്കാനുള്ള ചികിത്സയ്ക്കെത്തിയ 35-കാരനാണ് കത്തിയെടുത്ത് രോഗികളെയും ആശുപത്രി ജീവനക്കാരെയും ആക്രമിക്കാൻ ശ്രമിച്ചത്. പോലീസ് എത്തി പിടികൂടിയ യുവാവിനെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെയാണ് മാധവനൊപ്പം ഇയാൾ ആശുപത്രിയിലെത്തിയത്. പരിശോധനയിൽ മദ്യത്തിൻ്റെ അംശം കരളിനെ ബാധിച്ചതായി കണ്ടെത്തി. മെഡിസിൻ വാർഡിലാണ് രോഗിയെ പ്രവേശിച്ചിരുന്നത്. ചികിത്സയ്ക്കിടെ രാത്രി 12-ന് മദ്യം ലഭിക്കാൻ രോഗി പരാക്രമം തുടങ്ങി. ഇഞ്ചക്ഷൻ മരുന്നുകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മരുന്നുകളുടെ രോഗി പ്രതികരിക്കാത്ത സ്ഥിതിയുമുണ്ടായി. ഇതിനിടെ പെട്ടെന്ന് വാർഡിൽ നഴ്സിംഗ് റൂമിലെത്തിയ രോഗി ഇവിടെ നിന്ന് കത്തി ഉൾപ്പെടെ ഉപകരണങ്ങൾ എടുത്ത് മറ്റു രോഗികളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഡോക്ടർമാരും മറ്റു രോഗികളും പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ സമയം പ്രായമായവർ ഉൾപ്പെടെ 40 രോഗികളാണ് വാർഡിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ 3-ന് പരാക്രമം കൂടിയതായി ഡോക്ടർമാർ പറഞ്ഞു. ഇതോടെയാണ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കട്ടിലിൽ ബന്ധിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള ശങ്കർദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പൂജപ്പുര ജയിൽ ഉദ്യോഗസ്ഥരെത്തി ശനിയാഴ്ച വൈകിട്ട് 3:15 മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. പിന്നീട് ഹൃദ്രോഗ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ജയിൽ അധികൃതരുടെ മേൽനോട്ടത്തിൽ ചികിത്സ പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.